കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് ഇന്നൊന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി നിർത്താം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് കറക്റ്റ് വീഡിയോ ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്. പിന്നെന്താ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഗ്രീൻ സിവിക് ഡ്രോപ്പർ എവിടെയും കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയും കണ്ടീഷനും കാര്യങ്ങളും പിന്നെ ഗ്യാരേജിൽ പോയിട്ട് നിങ്ങളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് ഗ്യാരേജിൽ പോയി നോക്കാം. അത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് വോൾവോ എടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വർക്കും പിന്നെ ആ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു BM പിന്നെ നമുക്ക് ബാക്കിയുള്ള വർക്കുകളും എല്ലാം കൂടെ നമുക്ക് എന്താ പറയുക എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ വണ്ടി എന്താ ഗ്യാരേജിൽ സൈഡായി പോയി. ഇനിയിപ്പോൾ അത് ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് മൊത്തം വാഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നമ്മൾ കറക്റ്റ് വീഡിയോ ഇടണമെന്നാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ എന്തായാലും ഇനി കറക്റ്റ് വീഡിയോ ഇടാനാണ് പ്ലാൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിത് അവിടെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പോസ്റ്റ് കിട്ടി. അതായത് നമ്മളെ ബോസ് ഇവിടെ അല്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് പോസ്റ്റ് ഉണ്ട്. വണ്ടിന്റെ ബാറ്ററി ഡൗൺ ആയി കിടക്കണത്. ബാറ്ററി പോയി ഇല്ലാലോ. കോംപ്ലിക്കേറ്റ് ഇല്ലാലോ. ഇതാണ് നമ്മളെ ബോസ്. ശരിയായ 2 മണിക്കൂർ പോസ്റ്റ് തന്നെ ഇരിക്കുകയാണ്. എന്താ ബോസ്? വണ്ടി കിടക്കുന്ന സ്പോട്ടിലെത്തി. ഒരു കാര്യം ചെയ്യും, വണ്ടി അവിടെ ഞാൻ വെള്ളം ഭയങ്കര. ഇത് നമ്മളെ പണി നടക്കുന്ന പുതിയ ഗ്യാരേജാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ ഇവിടെയാണ് ഫുൾ കവർ ചെയ്തിട്ടേക്കാണ്. ഇനി മൊത്തം വാഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണമെന്ന്. കവർ ചെയ്ത് നോക്കല്ലേ? അടുത്തെടുത്തോ. അത് വിഷയം. അത് ഇവിടെ പണി നടക്കണേ കൊണ്ട് മൂടിയിട്ടാ പോകും. എല്ലാവരും പൊടിയൊക്കെ തന്നെയാണ്. പൂച്ച കയറടാ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ വണ്ടി ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ. കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ 2-3 മാസമായി വണ്ടി നിർത്തിയിട്ടിട്ട്. കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിർത്തിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിൽ നമ്മൾ ആ വോൾവോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റക്കായി പോയി. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് ഇന്നൊന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി നിർത്താം. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. കളറും വീൽസും വണ്ടി മൊത്തത്തിലൊന്ന് സ്പെക്ക് മാറ്റി ഇറക്കാമെന്നുള്ള മൂഡിലാണ്. ഓക്കെ, ഫുള്ള് പൊടി പിടിച്ച് കിടക്കുക കേട്ടോ. ഫുള്ള് പൊടിയാ. കീ എവിടെയാ? അപ്പൊ നമുക്ക് കുട്ടിയാനെ കുളിപ്പിക്കല്ലേ? കുട്ടിയാനെ വെള്ളമൊക്കെ സെറ്റ്. നല്ല പൊടിയല്ലേ? ഞാൻ പുറത്ത് കിട്ടலாம். പുറത്ത് കിട്ടിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ചളിയാവോ? ആവശ്യമില്ല, നമുക്ക് ചാക്കന്തയിലൂടെ. സ്റ്റാർട്ടിങ് റെഡിയാ. ബുക്ക് വേറെ ആയിക്കോട്ടെ കേട്ടോ.
കംപ്രസർ ഓൺ ആക്കിയിടാം. കംപ്രസർ വർക്ക് ചെയ്യണം നോക്കി. വെറുതെ കിടന്ന ആകെ പൂപ്പലായി, കംപ്ലീറ്റ് മാറ്റണം, വൃത്തിയാക്കാം. ആ മാസ്ക് കൂടെ എല്ലാ പൊടിയാ. വണ്ടി റിവേഴ്സിലാണ്. ഏത് ലൈറ്റ് എത്തുണ്ടോ? ആ ഇല്ല, റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മളിനിപ്പോൾ എയർ ഒന്ന് സെറ്റ് ആവണം. കംപ്രസർ ഓൺ ആക്കി ഇട്ടിട്ട് ഇനി എയർ ഒന്ന് ലോഡായിട്ട് നമുക്ക് വണ്ടി പൊക്കി നോക്കാം. കുറേ ആയി നിർത്തിയിട്ടിട്ട് അപ്പോൾ ടാങ്കിലൊന്നും എയർ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം എയർ ഫില്ല് ചെയ്യണം, എന്നിട്ട് പൊക്കി നോക്കാം. ഓക്കെ. ഉണ്ണേട്ടാ, എന്താ നമ്മള് വണ്ടി അടുത്ത എന്താ പ്ലാൻ? നമുക്ക് ചെയ്യാലോ, എന്തും ചെയ്യാലോ. ആ വണ്ടി കാണുന്ന ഫുൾ പരിപാടി ചെയ്ത മുതലായിട്ട് നിൽക്കണ്. ഇതൊക്കെ എന്ത് ഈ പറയുന്ന ഇന്ത്യാസ് ഫസ്റ്റ് നമ്മളെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിക്കി, അതേപോലെ നമ്മളെ ഇലക്ട്രിക് ബോണറ്റ്, നമ്മളെ ബോണ്ടിന് നമ്മൾ പേരിട്ടില്ലല്ലോ. എന്തൊരു പേരുണ്ടായിരുന്നു, പേര് മറന്നുപോയി. നമ്മളെ മോട്ടറിന് ഓപ്പൺ ആവുന്ന ഡിക്കി, പിന്നെ അതുപോലെ ഒരുപാട് ഈ ഫ്ലെയിം കിറ്റ് ആദ്യം കണ്ടുപിടിച്ച മുതലാണ് ആ നിൽക്കുന്ന സാധനം. ആ കറുത്ത കൈകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കയ്യാ കൊടുക്കും. അപ്പോൾ നമ്മൾ അടുത്ത അതുപോലത്തെ വെറൈറ്റി സാധനം ഇനിയും വരാണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒന്ന് മൂടൊന്ന് മാറ്റി പിടിച്ചതായിരുന്നു. പക്ഷെ എന്നാലും നമ്മളിതൊരു വെറൈറ്റി സ്പെക്കിൽ എന്തെങ്കിലും ഒന്ന് കളറൊക്കെ മാറ്റിയിട്ട് വീട്ടിലിടാ, അവിടെ കിടന്നോട്ടെ. എയർ ആയിണ്ടാവില്ലേ? ഓ, എടുത്തു. ഫ്രണ്ട് ആദ്യം ലിഫ്റ്റ് ചെയ്യടാ. വീല് ബാക്ക് നിങ്ങൾ നോക്കുമ്പോഴേ മറ്റേ ചങ്ങായി അമരകളെ ബാബു മേസ്ത്രി ഇങ്ങനെ വരുന്നത് ആ സാധനം ബാക്ക് നോക്കുമ്പോ ആ ഷോട്ട് ഇപ്പോൾ ബാക്കിൽ നിന്ന് എടുക്കണം. അവിടെ കിട്ടും. വയർ അവിടെ എത്തുള്ളൂ. വണ്ടി അവിടെ കിട്ടോ. എന്നിട്ട് ഇതേ മെൻസ മുമ്പ് കിട്ടോളാം. ഫുള്ള് ചളിയാലേ, ഫുൾ പൊടിയാട്ടോ. സങ്കടമാണ് ഇങ്ങനെ അറിയുന്നത്. മൊത്തം വാശത് ക്ലിയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ സ്പിറ്റർ പൊട്ടിയിട്ടുണ്ട്, ബമ്പർ സെറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് പണികൾ തീർക്കാനുണ്ട്. അടിക്കരുത് അബു, അരുതബു. ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് അടിച്ചപ്പോൾ തന്നെ എന്താ ക്ലീൻ അല്ലേ? അതിന്റെ സംഭവം ഫുൾ ക്ലീൻ ആണ്. ആകെ പൊടി മാത്രമല്ലേ ആ പൊടിയേ ഉള്ളൂ, പൊടീൻ്റെ സീനേ ഉള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് വെള്ളം അടിച്ചിട്ട് ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ടേ വൈപ്പർ പ്ലെയർ മേടിക്കടാ. വൈപ്പർ പ്ലെയറിൻ്റെ ഉണ്ട്, മൈമ പൊടിയൊക്കെ ഉണ്ടാവും. പറഞ്ഞു കൊണ്ടാ പരക്കും. അപ്പം പരക്കൂല. അത് പരക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ എടുക്കും, കണ്ടോ? ഇങ്ങനെ എടുക്കുമ്പോൾ പരക്കും. എന്താ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും ഇനിയിപ്പോൾ വെറൈറ്റി ആയിട്ട്? നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത വെറൈറ്റികളെല്ലാം നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. അന്ന് നമുക്ക് പർജേറ്റ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റാത്തുള്ളൂ. പക്ഷെ അതുകൂടെ ചെയ്തിരുന്നെങ്കിൽ ആ ക്രെഡിറ്റ് കൂടെ നമുക്ക് കിട്ടിയിരുന്നു.
അല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഷോക്ക് നമ്മൾ കൊണ്ടുപോകണല്ലോ. ഷോക്ക് പ്രീമിയം അല്ലെങ്കിൽ നമ്മളെ വോൾവോ ഫുൾ സ്പെക്കിൽ നിങ്ങൾ തന്നെ പണി തരണം. ഇത് അതിലും കയറണം. എന്ത് ഇന്ത്യാസ് ഫസ്റ്റ് പറഞ്ഞിട്ട് ഒരു 10 സാധനം ഇടാൻ പറ്റണം ഈ വണ്ടി ഇറക്കിയ പോലെ. ഓക്കെ, എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഓൾമോസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സജഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. അല്ല എന്താ ഈ പന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും സെറ്റ് സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ കയറി അത് പറഞ്ഞിട്ട് നമുക്ക് ടൈം കിട്ടിയില്ല, അത് നമ്മൾ ചെയ്തില്ല. സാധനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ അത് തന്നെമല്ലോ കുറേ വണ്ടിമേ വന്നല്ലോ. പിന്നെ പക്ഷെ അന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തൊന്നും ഇവിടെ ഒറ്റ വണ്ടിമല്ല. ഈ പറയുന്ന പോലെ തന്നെ ഈ ബോണറ്റ് ആയാലും ഡിക്കി ആണെങ്കിലും ഫ്ലെയിം കിറ്റ് ആണെങ്കിലും ഒന്നും ഒരു വണ്ടിമേലും വന്നില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്തു. എനിക്ക് ഇന്നലെ ഫ്ലെയിം കിറ്റിന് ഞാൻ പറയുന്നത് കേട്ടോ, ഇങ്ങനെ വരണം എന്നാണ്. ഫ്ലെയിം കിറ്റ് അതിനിപ്പോൾ എല്ലാ വണ്ടിയിലും ഫ്ലെയിം കിറ്റായി. ഇനി അതിന് കളിച്ചിട്ട് കാര്യമില്ല. ഫസ്റ്റ് നമ്മൾ സാധനം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ കോമൺ ആവും. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കോമൺ എല്ലാവരും ചെയ്തു തുടങ്ങും. അതങ്ങനെ തന്നെയാണ് വരിക. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ചെയ്യുമ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് ബാക്കിയുള്ളവർ പ്രതീക്ഷിക്കും ഇനി ചെയ്യുമ്പോൾ നല്ല സാധനം കിട്ടണം. അടുത്തത് ആ റേഞ്ച് പ്രതീക്ഷിക്കും. നോക്കാം, ആലോചിക്കാം നമുക്ക്. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ബമ്പർ സെറ്റ് ചെയ്യാനും സ്പ്ലിറ്റർ സെറ്റ് ചെയ്യാനും അതന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ച് ജസ്റ്റ് ഒന്ന് വാക്സ് ചെയ്യാം. എന്നാൽ ടോട്ടലി ആ പയർ ഗ്ലേസിങ് വരും. ഡാമേജ് ബമ്പർ ജസ്റ്റ് ടച്ചപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്പ്ലിറ്റർ പൊട്ടിയ കൂടുതൽ ബമ്പറിന് ചെറിയ ഡാമേജ് ഉണ്ട്. വേറെ കേസുകളൊന്നുമില്ല. ബാക്കിൽ പിന്നെ നമ്മൾ ഡിക്കിയിൽ കുറച്ച് നേരം നിർത്തിയിട്ട് പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. ആ കാര്യം കൂടി സെറ്റ് ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ക്രാക്ക് കുറേ മുന്നുണ്ട്. ഡിക്കി ഒന്ന് സെറ്റ് ചെയ്യാണ്ട് നമ്മളെ എയർ സസ്പെൻഷൻ്റെ സിസ്റ്റം ഒക്കെ വരുന്ന ഇതിലാണ് കേട്ടോ. ടാങ്ക് കംപ്രസർ കാര്യങ്ങളൊക്കെ വരുന്ന ഡിക്കിയിലാണ്. ഡിക്കി നമ്മളെ റൂമൊന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്യാണ്ട് കൂട്ട്. അതന്നെ ഉള്ളൂ. നമുക്ക് 2-3 ദിവസം അല്ലേ, നമുക്കൊന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നിർത്താം. പിന്നെ നമുക്ക് പുതിയ പ്ലാൻ എന്തെങ്കിലും ആലോചിച്ചിട്ടേ അതിനനുസരിച്ച് ചെയ്യാം. കോസ്മെറ്റിക് ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി ഫിനിഷ് ഉണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് ഒന്നുകൊണ്ട് അണ്ടർ ബോഡിയൊക്കെ ഒന്ന് വാഷ് ചെയ്താളാം. മൊത്തം ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യാല്ലേ. മൊത്തം ഒന്ന് വൃത്തിയാക്കണം. ചിലപ്പോൾ ആ ഉള്ളിലൊക്കെ പൂപ്പലുണ്ടാവും. 2-3 മാസമായാലും എന്തായാലും നിർത്തിയിട്ട് അതുകൊണ്ട് ചെയ്തു പോര്. ഞാൻ അത് ചെയ്തു തരാം കേട്ടോ. നിങ്ങൾ അടുത്ത് വരില്ലേ? എടുത്തോളാം. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയാൽ കൂടൂല. നല്ല പൊടിയുണ്ട്, കാരണം നല്ല പൊടിയാണ്. നമ്മൾ കൂട്ടിയാൽ കൂടൂല. നമുക്ക് ഏതെങ്കിലും ഒരു സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യണം. കാരണം ഉള്ളിൽ നല്ല മറാല ഉണ്ട്, പുറത്ത് നല്ല പൊടിയുണ്ട്. അപ്പോൾ ഒരു മൊത്തം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ കൂട്ടിയാൽ കൂടൂല. വെറുതെ ആ സമയവും നമ്മളെ എനർജിയും കളയണ്ടല്ലോ. ഫുള്ള് സെറ്റ് ചെയ്തെടുക്കണം. പഴയ ക്രൗഡ് പുള്ളറാണ് ഈ അവസ്ഥയിലായത്. ചളി ഉണ്ട് കേട്ടോ ടയർമേ. അതാണ് ഇങ്ങനെ അടിക്കുന്നത് സൗണ്ട് ഉണ്ടല്ലേ. പോലീസ് ഉള്ളിൽ കൂടെ ഒരു സാധനം പോയി. ഇപ്പൊ കൂടെ എല്ലാം കൂടെ അവിടെ കൊടുത്തു പോരായിരുന്നു. വണ്ടി മെക്കാനിക്കൽ പക്ക ഫിറ്റാട്ടോ. അധികം മെക്കാനിക്കൽ ഇതിപ്പോ പൈസ ഇറങ്ങിയിട്ടേ ഇല്ല. മെക്ക ഫുള്ളാണ് വണ്ടി. അപ്പൊ ഒന്ന് സെറ്റ് ചെയ്ത് മൊത്തം പണി കഴിച്ചെടുക്കണല്ലോ. ഇവിടെ അടുത്ത് തന്നെ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോകാൻ ചോദിച്ചു. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. തിരക്കൊന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. കാരണം ഈ സാധനമായിട്ട് ഈ ടൈമിലൊന്നും റോഡിൽ ഇറങ്ങുന്നത് അത്രയും സേഫ് അല്ല. പിന്നെ നീ വണ്ടി ഇറക്കാനുള്ള ഇത് സ്റ്റോക്ക് ആക്കുന്നതൊന്നും ഇനിയിപ്പോൾ ആലോചിക്കാൻ വയ്യ. ഈ അമ്മ അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ അടുത്തുള്ളൊരു സർവീസ് സ്റ്റേഷനിൽ എത്തിക്കാം കേട്ടോ. അതായത് നമ്മൾ കുട്ടിയെ കൂടുന്ന ചളിയല്ല വണ്ടിയിലുള്ളത്. നല്ല ചളിയുണ്ട്, നല്ല ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് എന്തായാലും നമ്മൾ വെറുതെ എനർജി കളയണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കൂട്ടിയാൽ കൂടൂല, അത്രയും ചളിയുണ്ട്. നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നോളും.
അപ്പോൾ ഒറ്റ വാഷുമ്പോൾ സാധനം ക്ലീൻ ആയിട്ടോ. ഇപ്പോഴും ആ പഴയ ഒരു 2 വർഷം മുന്നേ അടിച്ച പെയിൻറ്റാണ്. ജസ്റ്റ് നമുക്ക് ബമ്പറും റീടച്ച് ചെയ്യാണ്ട്, പിന്നെ അതേപോലെ സ്പ്ലിറ്റർ സെറ്റ് ചെയ്യാണ്ട് എന്നല്ലാതെ വേറെ എവിടെയും പെയിൻറ്റ് നിരക്കിയ കാര്യങ്ങളൊന്നും പറ്റിയില്ല. അതുപോലെ ക്ലീനാണ് ഇപ്പോഴും. ജസ്റ്റ് ഒന്ന് പോളിഷ് കൂടെ ചെയ്താൽ പക്കയാവും. നമുക്ക് നിലവിലുള്ള കണ്ടീഷൻ പക്ക ക്ലീനാണ്. എവിടെയും പെയിൻ്റ് ഒന്ന് നിരക്കി അങ്ങനത്തെ സീനുകളൊന്നും കിട്ടിയില്ല. മാഷാ അല്ലാഹ് പക്ക ക്ലീനാട്ടോ ഇപ്പോഴും. ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ വോൾവോ 240 GL ലെഫ്റ്റ് ഹാൻഡ്, അത് നമ്മൾ ബിഗ് പ്രൊജക്റ്റാണ്. അത് നമ്മൾ എന്താ പറയുക, നല്ല ഹൈപ്പ് കൊടുക്കാൻ തന്നെ പ്ലാനാണ്. ഹൈപ്പ് കൊടുക്കാനുള്ള വകുപ്പ് എന്തായാലും വണ്ടി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പാർട്ടായിട്ട് ചെയ്യാനാണ് പ്ലാന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടായിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.